ഹായ് എബിൻ എക്സാമിന്റെ ഒരു പുതിയ വീഡിയോ. കുറച്ച് നാളെ കണ്ടാണ് നമ്മൾ എക്സാമിന്റെ വീഡിയോ ഇടുന്നത്, അഥവാ എബിൻ സേവിയർ മൂവി റേറ്റിംഗ്. ഈ ഒരു പടം ഫാന്റാസ്റ്റിക് ഫോർ നമ്മൾ മാർവൽ ഫാൻസ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത ഒരു മൂവി 2025. ഈ ഒരു മൂവി എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, ആസ് എ മാർവൽ ഫാൻ ഒരു നല്ല ട്വീറ്റ് തന്നെയാണ്. വിഷ്വൽ ട്വീറ്റ് ഉണ്ട്, നമുക്ക് കുറെ അധികം കോമിക് റിലേറ്റഡ് ആയ കാര്യങ്ങൾ കാണാൻ പറ്റും. എർത്ത് 828 എന്ന് പറഞ്ഞാൽ പുതിയൊരു മൾട്ടിവേഴ്സ് കാണാൻ പറ്റും. കുറെ അധികം കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു പടം തന്നെയാണ്. ആസ് എ മാർവൽ ഫാൻ നമുക്ക് നല്ല ഇരിക്കാവും. ഇതിൽ കുറച്ചധികം നെഗറ്റീവ്സ് എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു കാര്യം തന്നെ പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ഫസ്റ്റ് ഹാഫ് ലാഗായിരുന്നു. സെക്കൻഡ് ഹാഫ് കുഴപ്പമുണ്ടായിരുന്നില്ല. സെയിം അതേ കോൺസെപ്റ്റ് തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് അടിച്ചുപോലെ എനിക്ക് ഫീൽ ചെയ്തു. നറേഷനാണ്, സ്റ്റോറി ബിൽഡിംഗ് ആണ്. യെസ്, നമുക്ക് ഈ സ്റ്റോറി ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ക്ലൈമാക്സിന് ഒരു പഞ്ച് ഉണ്ടാവുള്ളൂ. എന്നാലും കുറച്ച് ലാഗി ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ലാഗി ആയിട്ട് ഫീൽ ചെയ്തു. സെക്കൻഡ് ഹാഫ് ഭയങ്കര ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് ഫീൽ ചെയ്തു. അതായത് കറക്റ്റ് പേസ് ആയിരുന്നു സെക്കൻഡ് ഹാഫ്. നമുക്ക് പെട്ടെന്ന് സിനിമ, അതായത് സെക്കൻഡ് ഹാഫ് തുടങ്ങി ക്ലൈമാക്സ് ആയി, നമുക്ക് അത്രേ ഫീൽ ചെയ്യുന്നുള്ളൂ. സമയം പോയത് നമ്മൾ അറിഞ്ഞില്ല. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ സിനിമ കുറേ നേരം കണ്ട പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് വേറൊരു കാര്യം, ഈ ഒരു പടത്തില് ഗലാക്ടസിനെ നമുക്കൊരു വലിയൊരു ജൈജാന്റിക് ആയുള്ള ഒരാളായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു പുള്ളിക്കാരൻ നമുക്കറിയാം, ഈ കോമിക് വായിച്ചവർക്ക് അറിയാം, അല്ലെങ്കിൽ സിനിമയുടെ കുറെ ട്രെയിലേഴ്സും അതേപോലെ ഗ്ലിംസ് ഒക്കെ വന്നപ്പോൾ എന്താണ് സ്റ്റോറി ലൈൻ എന്ന് ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൊച്ചിന് വേണ്ടി, അതായത് നമ്മുടെ ഈ പറഞ്ഞ സൂസൻ സ്റ്റോമിന്റെയും റീഡ് റിച്ചാർഡിന്റെയും മകനായ ഫ്രാങ്ക്ലിനെ തേടിയാണ് ഒരു വ്യക്തി വരുന്നത്, അതായത് നമ്മുടെ ഗലാക്ടസ് വരുന്നത്. ഈ ഗലാക്ടസ് അത്യാവശ്യം നല്ല രീതിക്ക് പവർഫുൾ ആയ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നല്ലൊരു പവർഫുൾ ആയ ഒരു ആന്റഗോണിസ്റ്റ് ആണ്. ഈ ഒരു പുള്ളിക്കാരനെ പറ്റിക്കാൻ നേരം ഒരു സാധാ ഒരു പിള്ളേര് കിടക്കുന്ന ഒരു ഡെപ്പ വെച്ചിട്ട് പറ്റിക്കാൻ നോക്കുന്ന മിസ്റ്റർ റീഡ് റിച്ചാർഡ് അങ്ങേരൊരു വില്ലനാണ്. അങ്ങേർക്ക് സെൻസർ ഉണ്ട്. കണ്ണ് നമുക്ക് ഇതേപോലെ ആ സെൻസർ പൊട്ടിക്കുന്ന പോലെ സിനിമയെ കാണിക്കുന്നുണ്ട്. അവരുടെ പ്ലാൻ അതായിരുന്നു. ആ പ്ലാനറ്റ് ഫെയിലിയർ ആയി പോകുന്നുണ്ട്, കറക്റ്റാണ്. പക്ഷേ ഇത്രമാത്രം വേൾഡിന് ഫുള്ള് ടേപ്പ് ഔട്ട് ചെയ്ത് അപ്പുറത്തേക്ക് എത്തിക്കാൻ ആലോചിക്കുന്ന ഈ പറയുന്ന റീഡ് റിച്ചാർഡ് പറയുന്നുണ്ട്, ഞാൻ ഏറ്റവും വേഴ്സ്റ്റ് ആയ കാര്യങ്ങളാണ് തിങ്ക് ചെയ്യാറുന്നത്, അതിന്റെ പോസിബിലിറ്റീസ്. സോ ആ ഒരു സെൻസർ ചീത്തയായില്ലെങ്കിലോ എന്ന് പുള്ളിക്കാരൻ ചിന്തിച്ചില്ല. കാരണം ആ ഒരു കുഞ്ഞെ മാറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പവർ ബീക്കൺ, നമ്മുടെ ഈ സിനിമയിലെ കാണുന്ന ഒരു പവർ ബീക്കൺ, അല്ലെങ്കിൽ കുട്ടിയുടെ ആ ഒരു പവർ സോഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു പവർ ബീക്കണും കൂടെ ആ നമ്മുടെ ഗലാക്ടസിന്റെ ഫ്രണ്ടിൽ വെച്ച് കൊടുത്തായിരുന്നെങ്കിൽ 2 പവർ ബീക്കണോ അല്ലെങ്കിൽ 2 കുട്ടികളല്ലോ അല്ല, പുള്ളിക്കാരൻ കൺഫ്യൂസ്ഡ് ആയാനെ. റീഡ് റിച്ചാർഡ് ഇത്രയും മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അങ്ങനത്തെ ഒരു ഓപ്ഷനിലേക്കോ അങ്ങനത്തെ ഒരു ഓൾട്ടർനേറ്റീവിലേക്കോ പുള്ളി ചിന്തിച്ചില്ല. അതിന് നെഗറ്റീവായിട്ടാണോ ഫീൽ ചെയ്തത് എനിക്കെന്ന് വെച്ചാൽ, അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ പടം കുറച്ചും കൂടെ വേഗം തീർന്നേ. ഇതൊരു സ്റ്റോറി ലൈൻ ബിൽഡ് ചെയ്ത് വന്ന, അല്ലെങ്കിൽ സ്റ്റോറി ലൈൻ നോക്കുമ്പോൾ ഓക്കെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞത്, ഇത്രയും മാത്രം പവറുള്ള, അത്രമാത്രം ചിന്തിക്കുന്ന, അത്രയും വേഴ്സ്റ്റ് ആയ പോസിബിലിറ്റീസ് വരെ തിങ്ക് ചെയ്യുന്ന റീഡ് റിച്ചാർഡ് എന്തുകൊണ്ട് അങ്ങനെ തിങ്ക് ചെയ്തില്ല എന്ന് ഞാൻ ചിന്തിച്ചു. ഇനി ഈ പടത്തിന്റെ വേറെ കാര്യങ്ങൾ, വിഷ്വൽ ട്രീറ്റ് ആണെന്ന് വെച്ചാൽ വിഷ്വൽ ട്രീറ്റ് ആണ്. നമുക്ക് കുറേ അധികം ജോണി സ്റ്റോമിന്റെ കുറേ അധികം അടിപൊളിയായ പവേഴ്സ്. നമ്മൾ 24th സെഞ്ചുറിയിൽ നമ്മുടെ ക്രിസ് ഇവാൻസ് ഒക്കെ ചെയ്ത ഹ്യൂമൻ ടോർച്ച് അല്ല, കുറച്ചും കൂടെ നമുക്ക് ഫയർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, എവിടെ ഫയർ വേണം എന്ന് തിങ്ക് ചെയ്യാൻ പറ്റുന്ന, അതോടൊപ്പം ഫയർ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ കുറെ മൾട്ടിപ്പിൾ ടാലന്റഡ്, അല്ലെങ്കിൽ കുറെ അധികം മോർ ഓപ്ഷൻസ് ഉള്ള ജോണി സ്റ്റോമിനെ നമുക്ക് കാണാൻ പറ്റി. ഇപ്പോൾ തിങ്ങിനായാലും അല്ലെങ്കിൽ നമ്മുടെ ബെന്നിനായാലും കുറച്ചും കൂടെ കോമിക് ആക്യുറേറ്റ് ആയിട്ട് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരന്റെ ആ ഒരു ക്ലോവറിങ് ടൈമും ബാക്കിയുള്ള ഒരു പ്രസൻസും എല്ലാം അടിപൊളിയായിരുന്നു. ഹെർബി സൂപ്പർ ആയിരുന്നു. ആൻഡ് നമുക്ക് ഈ പടത്തില് കുറെ അധികം ട്വിസ്റ്റും പ്ലോട്ടും എല്ലാം അടിപൊളിയായിട്ട് വരുന്നുണ്ട്. എസ്പെഷ്യലി പടത്തിന് 2 പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. ഒന്നല്ല, നിങ്ങൾ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കഴിഞ്ഞുകൊണ്ട് ഇറങ്ങി പോകരുത്. സെക്കൻഡ് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. സെക്കൻഡ് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ അത്രമാത്രം ഒരു നമുക്കൊരു ലീഡ് തരുന്നില്ല. ഫസ്റ്റ് പോസ്റ്റ് ക്രെഡിറ്റ്സ് ആണ് നമുക്ക് ലീഡ് തരുന്നത്. എന്നാലും നമ്മൾ ആസ് എ മാർവൽ ഫാൻ അതുകൊണ്ട് കണ്ടിറങ്ങി കഴിഞ്ഞാൽ ഫുള്ള് ഫിലിം ഫുൾഫിൽ ആയാലും നമുക്ക് ഫീൽ ചെയ്യും. സോ പടം എങ്ങനെയാണെന്ന് വെച്ചാൽ, സിമ്പിൾ വേർഡിൽ ആസ് എ മാർവൽ ഫാൻ നമുക്ക് വാച്ച് ആൻഡ് ട്രീറ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു കണ്ടു കഴിഞ്ഞാൽ എൻജോയബിൾ ആവുന്ന ഒരു പടം തന്നെയാണ്. മോശമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് അവഞ്ചേഴ്സിലേക്കുള്ള ഒരു ഏറ്റവും വലിയ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഈ പടം ഇനി എൻ്റെ ഒരു അഭിപ്രായത്തില് മാർവലിൽ നിന്ന് നമ്മുടെ അവഞ്ചേഴ്സിന്റെ എൻഡ് ഗെയിം ഒക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് താന്നേക്ക് പോയി. പിന്നെ നമ്മുടെ സ്പൈഡർമാനും മൾട്ടിവേഴ്സും മാഡ്നസ് ഒക്കെ വന്നപ്പോഴാണ് ജസ്റ്റ് ഒന്ന് പിടിച്ചു നിന്നത്. വാണ്ട വിഷനും കുഴപ്പമുണ്ടായില്ല. അങ്ങനെ കുറച്ചൊരു സീരീസ് ആണ്. ഇപ്പൊ അയൺ ഹാർട്ടൊക്കെ വലിയൊരു ഇമ്പാക്ട് കൊണ്ടുവരാൻ പറ്റില്ല.
തണ്ടർ ബോൾട്ട് കഴിഞ്ഞിട്ട് ഈ ഒരു പടത്തിനാണ് ഏറ്റവും കൂടുതൽ ഇനി അവഞ്ചേഴ്സിനുണ്ട് അല്ലെങ്കിൽ മാർവൽ ഫാൻസിന് എന്തോ കിട്ടി അല്ലെങ്കിൽ അടിപൊളി എന്നുള്ളൊരു ഫീൽ ഇല്ലേ, അത് കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ആൻഡ് നമുക്ക് ഇനി വരാൻ പോകുന്ന എല്ലാ മാർവൽ ഫിലിംസും നമുക്ക് പണ്ടുണ്ടായ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഒറിജിനൽ മാർവൽ ഫിലിംസ് എന്ന ആ ഒരു ഫീലും ഫീഡ്ബാക്കും കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഞാൻ ഈ ഒരു കാർ സെറ്റപ്പിൽ നമ്മുടെ സീക്രട്ട് ഏജന്റ് പുള്ളിക്കാരൻ ചെയ്യുന്ന പോലെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചല്ല, സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ചെയ്യാനുള്ള ആ ഒരു സാഹചര്യം കിട്ടിയില്ല, നമുക്ക് നമ്മുടെ സ്റ്റുഡിയോയിൽ പോയി ചെയ്യാൻ പറ്റിയില്ല. സോ അതുകൊണ്ട് എത്രയും വേഗം നമ്മുടെ റിവ്യൂ നിങ്ങൾക്ക് എത്തിക്കണം, നിങ്ങൾ അറിയണം എന്ന് മാത്രം ചിന്തിച്ചാണ് ഞാൻ കാറിനുള്ളിൽ വീഡിയോ ഷൂട്ട് ചെയ്തത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ AXMR ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള അടിപൊളി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഷെയർ ചെയ്യുക. ദിസ് ഇസ് ബിൻ സേവ്യ സൈനിങ് ഫ്രം AXMR.